അറിയുന്നുണ്ടോ? അത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ചൊരു അല്ല അത്ര അതുപോലത്തെ ഒരു പോരാളി വേറെ ഇതുവരെ ഇല്ല, ഇനി വരുമോന്നും അറിയില്ല. കളഞ്ഞ രാഷ്ട്രീയം പഠിക്കണം, ഇതെല്ലാം ഇപ്പോഴത്തെ കൊച്ചു തലമുറകൾ പഠിച്ചു വരട്ടെ. നമസ്കാരം. കഴക്കൂട്ടം ജംഗ്ഷനിലാണുള്ളത്. VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്നും കഴക്കൂട്ടത്തേക്ക് എത്തുന്നതും കാത്ത് അനേകം പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. VSന്റെ മറക്കാനാകാത്ത ഓർമ്മകളും പേറിക്കൊണ്ട് ഒട്ടനവധി പേർ VSന്റെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. സഖാവിനെ ഓർക്കുമ്പോൾ എന്തെങ്കിലും സഖാവ് എവിടെ അഴിമതി ഉണ്ടോ അവിടെ സഖാവുണ്ട്. എവിടെ അടിസ്ഥാന വർഗം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അവിടെ സഖാവുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ഉണ്ട്. ഞാൻ ഞങ്ങളുടെ ഒരു സംഘടനയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത്, യൂണിയൻ്റെ സമര പരിപാടി സെക്രട്ടേറിയറ്റിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സഖാവാണ്. അന്ന് സഖാവിന് മൈക്രോഫോൺ പിടിച്ചു കൊടുത്തത് ഞാനാണ്. തൊണ്ടയിടുന്നുണ്ട് പറയും. അപ്പോൾ അത് വേറെ ആരും ചോദിക്കില്ല. അപ്പോൾ ചോദിച്ചു സഖാവിൻ്റെ പേരെന്താണ്? അതാണ് സഖാവ്. വേറെ ആരും ചോദിക്കത്തില്ല. അതാണ് സഖാവ്. അതാണ് ഓരോ ആളുകൾക്കും വഴിയിൽ കാത്തു നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ട്. ഇവിടെ ചേച്ചിമാരൊക്കെ റോസാപ്പൂവും ഒക്കെ പിടിച്ചിട്ടാണ് പ്രിയ സഖാവിനെ കാണാൻ നിൽക്കുന്നത്. അതെ, നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടും അവസാനമായിട്ടായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. തൊണ്ടയിടുന്നുണ്ട് പറയും. അതെ. എൻ്റെ വീട് ഇവിടെ കഴക്കൂട്ടം തന്നെയാണ്, അടുത്ത് തന്നെയാണ്. കഠിനംകുളം സ്വദേശമാണ്. VSനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകളില്ല. ഇനി അതുപോലത്തെ ഒരു പോരാളി വേറെ ഇതുവരെ ഇല്ല, ഇനി വരുമോന്നും അറിയില്ല. പോരാട്ടത്തിന് തന്നെ, രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെ പുതിയൊരു ചരിത്രം രചിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. വാക്കുകൾ കിട്ടുന്നില്ല. സഖാവിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ആദ്യമായിട്ട്. ഒരുപാട് പേർ, പല പ്രായത്തിലുള്ളവർ റോസാപ്പൂ ഒക്കെ ആയിട്ട് വന്ന് നിൽക്കണോ? സഖാവിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ട്. സഖാവിനെ പറ്റി പറയുമ്പോ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് സഖാവ്. ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് സഖാവിന്റെ ഞാൻ കഠിനംകുളം സർവീസ് സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ബിൽഡിംഗ് ഉദ്ഘാടന വേളയിൽ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹെൽത്ത് തന്നെ ഇത്രയും കാലം സൂക്ഷിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോഴത്തെ തലമുറ പഠിക്കണം. അദ്ദേഹത്തിന്റെ കറ കളഞ്ഞ രാഷ്ട്രീയം പഠിക്കണം. ഇതെല്ലാം ഇപ്പോഴത്തെ കൊച്ചു തലമുറകൾ പഠിച്ചു വരട്ടെ എന്ന് ഞാൻ പറയും. ഇവിടെ ഒരു പ്രായമായ സഖാവ് ഇരിപ്പുണ്ട്. സഖാവിനെ കാണാൻ വന്നിരിക്കുകയാണോ? തീർച്ചയായിട്ടും. ഞങ്ങൾ 81 നമ്മൾ എന്റെ ലേബർ ക്യാമ്പിൽ വന്നിരുന്നുണ്ട് സാറ്. അപ്പോൾ അവിടെ നിന്നൊരു ആചാര്യന്ന് ഞാൻ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര ഇതായിരുന്നു. അത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ചൊരു പത്രത്തിന്റെ ഏജന്റാണ്. ടൈംസിന്റെ ഇപ്പൊ 78 വയസ്സുണ്ട്. കുഞ്ഞുനാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ സഖാവിനെ? തീർച്ചയായിട്ടും. അബുദാബിയിൽ വെച്ചാണ്. ഇവിടെ വെച്ച് കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അത് അത്ര ഇതായിട്ടാണ് ഞാൻ അത്ര സ്നേഹിച്ചിരുന്ന ആളാണ്. അല്ല അത്ര നമുക്ക് നമ്മളോട് അത്ര വിട്ടുപോയില്ലേ. ഇത്രയും കാലം ജീവിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇല്ല. അതുകൊണ്ടാണ് 78 വയസ്സായതുകൊണ്ടാണ് എനിക്ക് നേരിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടിയില്ല. സോറി. എത്ര സമയമായാലും കാത്തിരുന്ന് കണ്ടിട്ടേ പോത്തുള്ളൂ. അത്രേ ഉള്ളൂ. പല പ്രായത്തിലുള്ളവരാണ്, കുഞ്ഞു കുട്ടികൾ മുതൽ ഒരുപാട് പ്രായമായവർ വരെ. അമ്മ നേരത്തെ സഖാവിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ വെച്ചായിരുന്നു? അത് നമ്മൾ ഈ സമരമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന സ്ഥലത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെ ഒരു 17 വയസ്സ് തൊട്ടേ പാർട്ടിയിൽ പ്രവർത്തിക്കണവരാണ്. അതുകൊണ്ട് മുക്കാലയും മുകാണ്ടി പിന്നെ മന്ത്രിമാരെ എല്ലാവരെയും കാണും. എനിക്ക് 78 വയസ്സായി. ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ EMS ആയിരുന്നു.
അമ്മ നേരത്തെ സഖാവിനെ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ KGN എന്ന സംഘടനയിൽ ഉണ്ടായിരുന്നു. ഞാൻ 76 മുതൽ സഖാവിനെ അറിയാം. നേരിട്ടും സഖാവിൻ്റെ ഭാര്യയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ രക്തബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. സഖാവിൻ്റെ അനുസരണം നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു സഖാവിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്തുവാ? ആദ്യം വെച്ചാൽ നമ്മളെ തൊഴിലാളി വർഗത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി മുൻനിരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സഖാവ്. ഇനിയും അങ്ങനെ അതുപോലെ സഖാവിനെ പോലെ ഒരു സഖാവിനെ